പൂക്കളുടെ മണം ശരിയായ മണം അല്ല. എന്തോ മായയുണ്ട്. മായോ? നോക്കട്ടെ. പൂക്കൾ ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലാൻ കഴിയോ സാറേ? അങ്ങനെ ചോദിച്ചാ, ശ്വസിച്ചാൽ ജീവൻ ആപത്ത് സംഭവിക്കുന്ന ചില കെമിക്കൽസ് വിദേശ രാജ്യങ്ങളിൽ ലഭിക്കും. അത് പൂക്കളിൽ സ്പ്രേ ചെയ്താൽ ആ പൂക്കളുമായി സമ്പർക്കത്തിൽ വരുന്നവർ മരിക്കാൻ സാധ്യതയുണ്ട്. പൂക്കളെ എനിക്ക് അലർജിയാ, അതുകൊണ്ടാ. മാറ്റ്. അതുപോലുള്ള ഏതോ മരുന്ന് ഈ പൂക്കളിലൊക്കെ അടിച്ചിട്ടുണ്ടെന്നാ എന്റെ സംശയം. തളിച്ചിട്ടുണ്ടെങ്കിൽ സാറ് വിചാരിച്ചാ അത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? കഴിയും. ഞാൻ ഈ പൂക്കൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കാം. അല്ല, പാർവതിക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? പേടിക്കണ്ട, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രല്ലേ ഉള്ളൂ, മറ്റാരും അറിയില്ല. ധൈര്യമായിട്ട് തുറന്നു പറയൂ. ഇല്ല സർ, ഇതെന്റെ ഒരു സംശയം മാത്രം. ഇനി എന്റെ സംശയം തെറ്റാണെങ്കിലോ? ഈ പൂക്കളില് സാറ് പറഞ്ഞ പോലെ മരുന്ന് തളിച്ചിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയാം സർ. എന്തൊരു ശബ്ദം കേട്ടല്ലോ, വാ നമുക്ക് നോക്കാം. തനിച്ചിരിക്കാം പേടിയാവക്ക്, അതുകൊണ്ടാ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ഇവളുടെ ഈ ചിരി കണ്ടില്ലേ? ഏട്ടനടുത്ത് നിൽക്കുന്നതിന്റെ സന്തോഷം അവക്ക്. ഈ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് വീണ് ചില്ലുപൊട്ടും. കാറ്റിൽ വീഴുന്നതെന്ന് കരുതി ആ ചുമരിലും അപ്പുറത്തെ ചുമരിലും എല്ലാം ഞാൻ മാറി വെച്ച് നോക്കി. കാറ്റില്ലെങ്കിലും വീഴും. 7 തവണ ഞാൻ ഇതിന്റെ ചില്ല് മാറ്റി. മരിച്ചുപോയ ശരീരം മാത്രമേ ഇല്ലാണ്ടാവുന്നുള്ളൂ സർ. ആത്മാവ് ബാക്കിയാവും. ആത്മാവിന് സങ്കടം വരുമ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്റെ അനിയത്തിക്ക് സങ്കടം വരാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മള് ഈ പൂവിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? അത് തന്നെയായിരിക്കും ചിലപ്പോ ജയെ വിഷമിപ്പിച്ചത്. ഇവളിപ്പോഴും ഇവിടെ ഉണ്ടെന്നാണോ പാർവതി പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിൽ കൊടുക്കണ്ട സർ. വിട്ടുപോയവരെ മറക്കാൻ കഴിയണം. കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ ഓർമ്മകൾ വലിയ ബാധ്യതയാവും. ചില്ല് മാറ്റിയിട്ട് ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം. പെട്ടെന്ന് വേണേ. ഉറങ്ങാൻ പോകുമ്പോഴേ ഇവളോട് ഗുഡ് നൈറ്റ് പറയുന്നതാ എന്റെ ശീലം. ഞായറാഴ്ച വരെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു വിശേഷം. എന്റെ ഭർത്താവിന്റെ വിവാഹം ഞായറാഴ്ച. നീ എന്താ പറഞ്ഞത്? സത്യമാണ് സർ. ഈ ഞായറാഴ്ച വിശാൽ സാറിന്റെ വിവാഹമാണ്. ഒരു പാതിരാത്രി മഴയത്ത് നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയോട്ടോനല്ലേ? മറ്റൊരു വിവാഹം കഴിക്കാൻ വിശാൽ എന്താ ഇത്രയും വൈകിയെന്നേ എനിക്ക് അത്ഭുതമുള്ളൂ. നിയമപരമായി നിങ്ങൾ ബന്ധം പിരിഞ്ഞു? ഇല്ല അല്ലേ? പാർവതി ഒരു പരാതി എഴുത്താ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വേണ്ട സർ,
വിശാൽ സാറിന്റെ വിവാഹം നടക്കണം. അത് എന്റെയും കൂടി ആഗ്രഹം. പക്ഷെ വിശാൽ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്കിഷ്ടമല്ല. അതെന്താ? അവള് വിശാൽ സാറിന് ചേർന്ന പെണ്ണല്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ സർ. ഇത് പരിശോധിച്ചിട്ട് എന്നെ അറിയിക്കണം. പാർവതി, ഒരു ആവശ്യത്തിന് വിളിച്ച് അവളെ കാണില്ല. പാർവതി എവിടെയാ? അവളോടെ ഞാൻ വിളിക്കുന്നു പറ. അവളിവിടെ ഇല്ല സാർ. എവിടെ പോയി? ജാസ്മിൻ കുഞ്ഞ് തന്ന ബൊക്കയെ കളയാൻ വേണ്ടിട്ടേ അവിടെ കയ്യിൽ കൊടുത്തു വിട്ടതാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ഹലോ, മിസ്റ്റർ ഗോപിനാഥ് അല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദന. വിശാലിനെ വിളിച്ച് സംസാരിക്കണമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ തോന്നി വിശാലിനോടല്ല, നിങ്ങളോട് തന്നെയാണ് സംസാരിക്കേണ്ടെന്ന്. സൊസൈറ്റിയുടെ കണ്ണിൽ ഗോപിനാഥ് ഒരു മാന്യനാണ്, സമ്പന്നനായ ഒരു ബിസിനസ്മാൻ, സമ്പാദിക്കുന്നതിൽ ഒരു പങ്ക് ചാരിറ്റിക്ക് നീക്കിവെക്കുന്ന കറകളഞ്ഞ മനുഷ്യസ്നേഹി. പക്ഷേ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു മനസാക്ഷിയില്ലാത്തവനാണ് നിങ്ങൾ. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഞാനിന്ന് പാർവതിയെ കണ്ടു. അതെന്തിനാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. പേടിക്കണ്ട. നിങ്ങളെപ്പറ്റിയോ നിങ്ങളുടെ മകനെ പറ്റിയോ അവള് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. വിശാലും മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴും അവൾ വിശാലിനെ സ്നേഹിക്കുന്നു. പരാതിയും പരിഭവമില്ലാതെ അവൾ വിശാലിന്റെ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ പ്രാർത്ഥിക്കുന്നു. വിശാല് പാർവതിയെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം എനിക്കറിയാം. ഞാനത് അന്വേഷിച്ചു വരികയാണ്. വിശാല് നിങ്ങളെപ്പോലെ പൊയ്മുഖം അണിഞ്ഞടക്കാൻ മിടുക്കനാണ്. വിശാലും പാർവതിയും ഒരുമിച്ച് കാറിൽ പോകുന്നു. പാർവതിയുടെ മനസ്സിന്റെ നന്മയെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ വീട്ടുകാരും. നിലവിലൊരു ഭാര്യയുള്ളപ്പം മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ കുറ്റകരമാണ്. വിശാലിന്റെ പേരിൽ കേസെടുക്കാൻ എനിക്കാരും പരാതി എഴുതി തരികയൊന്നും വേണ്ട. പക്ഷേ പാർവതി അത് സമ്മതിക്കില്ല. വിശാൽ പുതിയ ഭാര്യയുടെ സുഖമായി ജീവിക്കുമ്പോ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ജീവിതം പാർവതിയുടെ ഔദാര്യം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന്. ആരോടും പറയാതെയാ ഞാൻ പോയത്. തിരിച്ചെത്താൻ ഒരുപാട് വൈകുകയും ചെയ്തു. അമ്മ വഴക്ക് പറയും. പാർവതി എന്തിനാ പേടിക്കുന്നത്? പാർവതി അടുക്കളയെ തളച്ചിടാൻ പാർവതി സമ്മതിച്ചോണ്ടല്ലേ? ഇനി അതിന് നിന്ന് കൊടുക്കരുത്. അന്ന് എന്നോട് എന്താ പറഞ്ഞത്? ബോൾഡ് ആവാൻ തീരുമാനിച്ചൊന്നല്ലേ? എന്നിട്ടാണ് ഈ പേടി? അമ്മയുടെ മുമ്പില് എന്റെ നാവ് പൊങ്ങില്ല. അമ്മ അടുത്ത് വരുമ്പോ എന്റെ മുട്ട് വരയ്ക്കും. അതറിയോ? എന്റെ ഉദയനൂരമ്മ വഴക്ക് കേൾപ്പിക്കല്ലേ. ആ, ഞാൻ പിന്നാമ്പറത്തോടെ പൊയ്ക്കോളാം. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? നീ എവിടെയായിരുന്നു?
അത് പിന്നെ അമ്മ ഞാൻ റോഡിലൂടെ റോക്കറ്റ് വിട്ട പോലെ പോകുന്നുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞത്. പെട്ടെന്ന് ആവിയായി പോയെന്ന്. എന്തോ കള്ളത്തിനുണ്ടാൻറ്റി. സത്യം പറയിപ്പിച്ചിട്ട് വിട്ടാ മതി. നീ എവിടെയായിരുന്നു? പ്രഭാവതി, നീയും ഗാർഗിയും രാധികയൊക്കെ എല്ലാരോടും പറഞ്ഞിട്ടാണോ എല്ലായിടത്തും പോകുന്നത്? നിങ്ങൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും പാർവതിക്കും ഈ വീട്ടിലുണ്ട്. ഇവളെ ചോദ്യം ചെയ്യണ്ട. ഞാൻ സമ്മതിച്ചു തരാം. മറ്റുള്ളവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവൾക്കും ഈ വീട്ടിലുണ്ട്. പക്ഷെ അമ്മേ, എവിടെ പോയതാണെന്ന് അമ്മയും ഗോപിയേട്ടനും ഒക്കെ ചോദിക്കുമ്പോ ഞാനും ഗാർഗിയും ഒന്നും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാറില്ല. മറുപടി നൽകാറുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ഇവളെന്താ മറുപടി നൽകാത്തത്? മോൾ എവിടെ പോയതാ? പ്രഭാവതിയോട് പറഞ്ഞിട്ട് മോള് പോയി മോടെ ജോലി ചെയ്യ. കണ്ടില്ലേ, അമ്മ ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടുന്നില്ല. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് അമ്മയ്ക്കും തോന്നുന്നില്ലേ? പാർവതി, ആശുപത്രി കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയതാണെന്ന് പറയാൻ പാർവതി എന്തിനാ പേടിക്കുന്നത്? ആശുപത്രി കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയതാണോ? അതെ ചമ്മേ. ഉദയന്നൂരിൽ നിന്ന് പാർവതിയുടെ മുത്തച്ഛന്റെ കോൾ ഉണ്ടായിരുന്നു. എന്റെ ഫോണിലേക്കാ വന്നത്. വെൽകെയർ ഹോസ്പിറ്റലില് ഒരു ബന്ധു കിടപ്പുണ്ടെന്നും പാർവതിയോട് ഒന്ന് പോയി കാണണമെന്നും പറഞ്ഞിരുന്നു. പാർവതിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടെ പോയതാ. നിന്റെ കൂടെയാണോ പാർവതി വന്നത്? അതിനാണ് ഇവളിങ്ങനെ ചന്ദ്രഹാസം അളക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന ബന്ധു. അമ്മ ഇവൻ കള്ളം പറയുന്നതാ. ബന്ധുവിനെ കാണാൻ പോയതാണെങ്കിൽ ഇവളത് പറയില്ലേ? പറയാതെ പോയതിന് അമ്മ വഴക്ക് പറയുന്ന പേടിച്ചിട്ടാ. തൊട്ടേനും പിടിച്ചതിനൊക്കെ പാർവതിയുടെ മെക്കിട്ട് കയറുന്നതാണല്ലോ അമ്മയുടെ ഹോബി. പ്രഭാവതി, നിന്റെ ഈ സ്വഭാവം നല്ലതല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് തടിയൂരിയാ മതി. അമ്മ ആശുപത്രി പോയി അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പ്രണയത്തെ കുറിച്ച് സംസാരിച്ചാലോ? പ്രണയ വിവാഹം ഒരു പുതുമയില്ലാത്ത വിഷയമാണ്. പക്ഷേ വിവാഹാനന്തര പ്രണയം സാധ്യമാണോ അല്ലേ എന്നുള്ളത് നല്ലൊരു വിഷയമല്ലേ? അതുകൊണ്ട് നമുക്കിന്ന് വിവാഹത്തിന് ശേഷം പ്രണയം എന്ന വിഷയത്തില് ചിലര് പരിചയപ്പെട്ടാലോ? നിങ്ങളത് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. വിവാഹശേഷം പ്രണയിക്കുന്നത് തന്റെ ഇണയെ തന്നെയാണ് കേട്ടോ. വാ, ഇത് വിനയ്, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ HRD മാനേജറാണ്. വിവാഹശേഷം പ്രണയം എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ, താങ്കൾ വിവാഹിതനാണല്ലോ. താങ്കൾ താങ്കളുടെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കാൻ പറ്റിയ സാധനം. നിന്നെ കെട്ടിയതിനു ശേഷം പെണ്ണെന്നൊരു വർഗത്തെ തന്നെ ഞാൻ വെറുത്തുപോയി. ഇപ്പൊ എന്റെ മനസ്സിലെ പ്രണയമില്ല, ഒരു തേങ്ങയില്ല. ഹലോ ഗൈസ്, വിവാഹാനന്തര പ്രണയം സാധ്യമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എല്ലാവർക്കും ആ അഭിപ്രായം ആയിരിക്കണമെന്നില്ലല്ലോ. നമുക്ക് മറ്റു ചിലരെ കൂടി പരിചയപ്പെടാം. കമോൺ. ഹായ് ഗൈസ്, ഇതാണ് പാർവതി, കുടുംബിനിയാണ്. വിവാഹാനന്തര പ്രണയത്തെക്കുറിച്ച് പാർവതിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. പാർവതിയുടെ ഭർത്താവിനെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഭർത്താവിനൊരു അസുഖം വന്നാ പാർവതിക്ക് വിഷമം തോന്നാറുണ്ടോ? അദ്ദേഹത്തിന് ഒരു അസുഖം വരരുതെന്നാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. ഭർത്താവിന് അസുഖം വന്നാ പാർവതി പരിചരിക്കാറുണ്ടോ? ഇല്ല. പാർവതി ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നാണോ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഭർത്താവിന്റെ അടുത്ത് പോവാനും ഭർത്താവിന് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഒന്നും എനിക്ക് അനുവാദമില്ല.
എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയാറുള്ളൂ. ഉദയനൂരമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. വിവാഹാനന്തര പ്രണയത്തിന്റെ മറ്റൊരു മുഖമാണ് നമ്മളിപ്പോ കണ്ടത്. ഭർത്താവിനോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി കഴിയാൻ വിധിക്കപ്പെട്ടവളാണ് പാർവതി. അവളുടെ ഹൃദയം അവളുടെ ഭർത്താവ് തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബൈ ഗൈസ്. ഭർത്താവിൻ്റെ അടുത്ത് പോകാനും ഭർത്താവിന് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഒന്നും എനിക്ക് അനുവാദമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയാറുള്ളൂ. ഉദയനൂരമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. കാറ്റില്ലാതെ തന്നെ 7 തവണ ഇത് വീണ് ചില്ലുടഞ്ഞെന്നാ അരവിന്ദൻ സാറ് പറഞ്ഞത്. ഭൂമി വിട്ടു പോയിട്ടും വലിയൊരു സങ്കടം ജയയുടെ മനസ്സിലുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അത് നിനക്ക് അരവിന്ദൻ സാറിനോട് പറയാൻ കഴിയില്ല. കാരണം നീ പറയുന്നത് കേൾക്കാനുള്ള കഴിവ് അരവിന്ദൻ സാറിനില്ല. നിനക്ക് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. അതിനുവേണ്ടിയാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് നീ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ തേടി വന്നത്? നിന്നെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട്. കാരണം നീ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ എനിക്ക് പല പല അപകടങ്ങൾ വരാൻ പോകുന്നെന്ന് നീ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാനതൊന്നും മറന്നിട്ടില്ല. തീയുടെ അടുത്ത് പോകുമ്പോ സൂക്ഷിക്കണം. തീനാളം പാർവതിയെ വിഴുങ്ങിയേക്കും. ജയ, കടലിന് സമീപം പോകുമ്പോ സൂക്ഷിക്കണം. തിരമാലകൾ വന്ന് കോരിയെടുത്ത് ആഴത്തിലേക്ക് കൊണ്ടുപോകും. മധുരപലഹാരം എന്ന് കരുതിയെടുക്കുന്നത് വിഷമായിരിക്കും. സ്നേഹത്തോടെ പറയുന്ന വാക്കുകളിൽ വിഷം പുരട്ടിയിട്ടുണ്ടാവും. കൂട്ടുകാരെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് നിന്റെ കണ്ണ് തെറ്റുന്ന സമയം നോക്കി നിന്നെ ആക്രമിക്കാം. ജീവിച്ചിരുന്ന കാലത്ത് ഈ ജയയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഈ ആത്മാവിന് തെറ്റുപറ്റില്ല പാർവതി. പൂക്കളുടെ ഗന്ധം ജീവനെടുക്കും. നീ സൂക്ഷിക്കണം. നീ പറഞ്ഞതെല്ലാം അച്ചട്ടായി. എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യാവാൻ പോവാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ട നേരം അടുത്തുകൊണ്ടിരിക്കുക. ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല ജയ. ഈ വീട്ടിലെ അടുക്കളക്കാരിയായി തുടരാൻ ജാസ്മിൻ എന്നെ അനുവദിക്കോ? എനിക്കറിയില്ല. ഒരുപക്ഷെ നിനക്കറിയുമായിരിക്കും. സ്വർഗത്തിലിരുന്നുകൊണ്ട് എല്ലാം മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടാവുമല്ലോ നിനക്ക്. നിനക്കറിയുമെങ്കിൽ എന്നോട് പറയൊന്നും വേണ്ട കേട്ടോ. നേരത്തെ അറിഞ്ഞ അത്രയും നേരത്തെ ഞാൻ കരയേണ്ടി വരില്ലേ?